എന്തൊക്കെയുണ്ട്? സുഖമാണ് എല്ലാവർക്കും. എന്നും സാമ്പാർ കൂട്ടി മടുത്ത ആളുകൾക്ക് ഈ ഒരു ചെറുപയറിൻ്റെ പരിപ്പ് വെച്ചിട്ട് നമുക്കൊരു കറി ഉണ്ടാക്കി നോക്കാം. സാമ്പാറിൻ്റെ പകരമായിട്ട് ആദ്യം കുറച്ച് എണ്ണ ഒഴിച്ച് അതിലേക്ക് ഉള്ളിയും തക്കാളിയും ഒരു ക്യാരറ്റും കൂടെ കട്ട് ചെയ്തിടാം. എന്നിട്ട് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ആ പരിപ്പും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതിനുശേഷം നമുക്ക് ആവശ്യത്തിനുള്ള പൊടികൾ ചേർക്കാം. പൊടികളായിട്ട് ഞാനിവിടെ ചേർക്കുന്നത് മഞ്ഞൾപ്പൊടിയും പിന്നെ മല്ലിപ്പൊടിയും പിന്നെ കുറച്ച് മുളക് പൊടിയും. എരിവിന് ആവശ്യമുള്ള മുളക് പൊടി ചേർത്താൽ മതി. ഇനി എരിവ് കൂടുതൽ വേണ്ട ആൾക്കാർക്ക് ഒരു പച്ചമുളക് പൊടി ചേർക്കാം കേട്ടോ. കൂടെ കുറച്ച് കായപ്പൊടിയും കൂടി ചേർത്തതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചോളൂ കേട്ടോ. നന്നായിട്ട് വെള്ളം ഒഴിച്ചോളൂ, കാരണം പരിപ്പായതോടെ തന്നെ നല്ല കട്ടിയായിട്ട് വരും. പിന്നെ നമുക്ക് ഫ്ലേവറിന് കുറച്ച് സാമ്പാർ പൊടിയും കൂടി ഇട്ടിട്ട് കുക്കർ അടച്ച് വെച്ചിട്ട് ഒരു 4-5 വിസിൽ വരുന്നവരെ വെയിറ്റ് ചെയ്യണം. കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് താളിക്കും കൂടി വേണ്ടുള്ളൂ. അതിനു മുന്നേ ഞാൻ ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇനി താളിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കടുക്, ജീരകം, കറിവേപ്പില, വറ്റൽമുളക് പിന്നെ കുറച്ച് മല്ലിച്ചപ്പും. ഇതിൽ ഈ കറിവേപ്പിലയും വറ്റൽമുളകൊന്നും കാണുന്നില്ല നിങ്ങൾ വിചാരിക്കേണ്ട, കാരണം ഇതൊന്നും എൻ്റെ കയ്യിലില്ല. പകരം ഞാൻ കടുകും ജീരകവും കുറച്ച് മല്ലിച്ചപ്പും ഇട്ടപ്പോഴേക്കും സംഭവം ഇവിടെ അടിപൊളിയെ റെഡി ആയിട്ട് കേട്ടോ. എന്നും സാമ്പാറൊന്നും കൂട്ടണ്ടാന്നേ, ഇടയ്ക്കൊക്കെ ഒരു വെറൈറ്റിക്ക് നമുക്ക് ഇതുപോലുള്ള കറികളൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കാം. നല്ല അടിപൊളി ടേസ്റ്റാണ്, ദോശയ്ക്ക് നല്ല അടിപൊളി കോമ്പിനേഷനുമാണ്. അപ്പോൾ ട്രൈ ചെയ്തിട്ട് നിങ്ങളെല്ലാവരും ഫീഡ്ബാക്ക് എന്നെ അറിയിക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വീണ്ടും വരും. ടിൽ ദെൻ, ദിസ് ഇസ് പ്രതീക്ഷ സൈനിങ് ഓഫ് ഫ്രം ടേസ്റ്റി ട്രാവൽ ഡയറീസ്.